ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ത്രിനേത്ര. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും ഷോർട്ട് വീഡിയോസാണ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ടൈമിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. കാരണം രാവിലെ പോയി ഉച്ചയ്ക്ക് വന്ന് പിന്നെ അടുത്ത ദിവസത്തെ ക്ലാസ്സിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ്, എഴുത്ത് ബഹളം, അങ്ങനെ കുറച്ച് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ്. അപ്പം എല്ലാം കൂടെ എനിക്ക് ടൈം കിട്ടാറില്ല ലോങ് വീഡിയോസ് ചെയ്യാൻ. അതുകൊണ്ടാണ് കൊച്ചു ഷോർട്ട് വീഡിയോസ്. അങ്ങനെ ഞാൻ ഡാൻസ് പ്രാക്ടീസിന് കുറച്ച് സമയം എന്നും ഞാൻ കണ്ടെത്താറുണ്ട്. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് എനിക്കൊരു നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, എനിക്കൊരു ചെറിയ പണി കിട്ടി. ആക്ച്വലി ഞാൻ ടെറസിൽ നിന്നതാണ്. അപ്പം തുണി കഴുകിയിട്ട് വിരിച്ചത്. അപ്പം തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ തെന്നിയിട്ട് താഴെ വീണു. ഞങ്ങൾ സാഷ്ടാംഗം തൊട്ട് നമസ്കരിച്ചു. എന്താണെങ്കിലും ഞാൻ ഇവിടെ തട്ടിയാണ് വീണപ്പോൾ ഈ ഭാഗത്താണ് ഒരു ചെറിയ സ്വെല്ലിങ്ങും അപ്പോൾ അത് മാറി വരുന്നുണ്ട്. അപ്പം ഡോക്ടർ 2-3 ദിവസത്തേക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു 2-3 ദിവസത്തേക്ക് ഡാൻസ് ഒന്നും കളിക്കേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോസിൽ ഡാൻസ് വരാത്തത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടുമല്ല. ഇങ്ങനെ വന്നിട്ട് മെസ്സേജ് അയക്കും, ചേച്ചി എന്തോ പറ്റി ഡാൻസ് വീഡിയോ ഇടുന്നില്ലല്ലോ എന്ന് വെച്ചാൽ എല്ലാവരും അല്ലെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ കരുതി, പക്ഷെ ഞാനങ്ങനെ എപ്പോഴും എന്തെങ്കിലും വയ്യായെങ്കിൽ പോലും ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാളെ അല്ല. സോ ഞാൻ വിചാരിച്ചു കുറച്ച് എൻഗേജ്ഡ് ആയിട്ടിരിക്കാം. ഞാൻ ഇടയ്ക്ക് വീണ്ടും വരച്ച് തുടങ്ങിയതായിരുന്നു. അപ്പം പിന്നെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് സമയം കിട്ടില്ല. ഞാനങ്ങനെ പ്രൊഫഷണലി ഭയങ്കരമായിട്ട് വരയ്ക്കുന്ന ആളൊന്നും അല്ല. എങ്കിലും എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. ഓരോ നോക്കി പതുക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ചെറിയ സ്കെച്ചൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഗ്രിഡൊക്കെ ഇട്ടിട്ട് സമയമൊക്കെ എടുത്താണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ. അങ്ങനെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി വന്നപ്പോൾ കുഞ്ഞു ക്യാൻവാസിനകത്ത് പല ആർട്ട് വർക്കുകൾ ചെയ്തേക്കുന്ന വീഡിയോകളുണ്ട്. എങ്കിൽ പിന്നെ ഓക്കെ, ഞാനും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് കരുതി. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് പ്രൊഫഷണലായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊന്നും ഇത് കണ്ടിട്ട് പറയരുത് ഇവിടെ എന്തായി കാണിച്ചു വെക്കുന്നതെന്നും. എൻ്റെ ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നെപ്പോലുള്ള ബിഗിനേഴ്സിന് ആർക്കെങ്കിലും അതങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമായല്ലോ അവർക്കും. അപ്പോൾ വെൽക്കം ടു വൺസ് അഗെയിൻ, ഐ എം വെൽക്കമിങ് എവ്രി വൺ ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ആദ്യം ഞാൻ ക്യാൻവാസ് എടുത്തു. അതിലേക്ക് ഞാൻ പ്രഷ്യൻ ബ്ലൂവും വയലറ്റും ഇത് രണ്ടും ഞാൻ നല്ലതുപോലെ വെച്ചാൽ കുറച്ചെടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ആ ക്യാൻവാസിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു ഹാഫോളം ഞാൻ ആ ഒരു ഷെയ്ഡ് ആണ് പെയിൻറ്റ് ചെയ്തത്. ഫസ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് മെസ്സിയായിട്ടൊക്കെ ഇരിക്കും, പക്ഷെ നമ്മൾ സമയമെടുത്ത് പതുക്കെ പേഷ്യൻസോടെ ചെയ്യണം കേട്ടോ. എൻ്റെ ഒച്ച കുറച്ച് അടച്ചിരിക്കുകയാണ് ഗൈസ്, സോറി. പിന്നെ താഴത്തെ ഹാഫിൽ നിന്ന് ഞാനൊരു മജന്തയും പിങ്കും കൂടെ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ക്യാൻവാസിൻ്റെ താഴത്തെ ബോട്ടം ടു ആ ഒരു മിഡിൽ ഹാഫ് വരെ ചെയ്ത് കൊടുത്തത്. അത് നല്ലപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബ്ലൂ വയലറ്റ് പോർഷനിലേക്ക് നമ്മൾ ആ പിങ്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് പോലെ കിട്ടും. പിന്നെ അതിലേക്ക് ഞാനൊരു നൈറ്റ് എഫക്റ്റ് കിട്ടാനായിട്ട് കുറച്ച് വൈറ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. ഒരു അഡീഷണലായിട്ട് സൈഡിൽ ബ്ലാക്ക് കൊണ്ടൊരു ബോർഡർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ബ്ലാക്ക് ഒരു മാർക്കർ ടൈപ്പ് ഒരു പെന്നാണ്, ജെൽ മാർക്കറൊന്നുമല്ല, അതിനകത്തോട്ട് ഞാൻ ഒരു ലാമ്പ് ലൈറ്റ് വരച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ പെയിൻറ്റ് കൊണ്ട് അതിനെ ഡീറ്റെയിൽ ചെയ്തു. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് എനിക്ക് പേടിയുണ്ടെന്ന് തെറ്റിച്ചാലോ എന്നുള്ളത്. അത് പിന്നെ ഞാൻ പെയിൻറ്റ് കൊണ്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് അതിനകത്തേക്ക് ഞാൻ ലൈറ്റിൻ്റെ എഫക്റ്റ് ഇട്ടിട്ട് യെല്ലോ ആൻഡ് ഓറഞ്ച് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ വരച്ചു കഴിഞ്ഞു. ഇതാണ് എൻ്റെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര അടിപൊളിയാണ് അല്ലെങ്കിൽ ഫുൾ പെർഫെക്ഷൻ വന്നു അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനൊരു കുഞ്ഞ് ക്യാൻവാസിനകത്ത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഇതാണ് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ എന്നെപ്പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു നോക്കണം കേട്ടോ. കാരണം നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. ഒബ്സ്റ്റക്കിൾസ് വരും, പ്രശ്നങ്ങളുണ്ടാവും, സങ്കടങ്ങൾ വരും, എല്ലാം സത്യം. പക്ഷേ നമ്മൾ മാക്സിമം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങളിലൊക്കെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. അപ്പം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കങ്ങ് ഇഗ്നോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിക്കാം കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര സന്തോഷം, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് വീണ്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഇനി സപ്പോർട്ട് ചെയ്യണം. പിന്നെ ചാനൽ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലവ് യു ഓൾ ഗൈസ് ആൻഡ് ബൈ ബൈ.